രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വെൽ ഡ്രാഫ്റ്റഡ് പരാമർശത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന സണ്ണി ജോസഫിന്റെ നിലപാട് തള്ളി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. അഭിഭാഷകന്റെ സഹായത്തോടെ പരാതി തയ്യാറാക്കുന്നതിൽ തെറ്റില്ല എന്നും പരാതി രാഷ്ട്രീയ പ്രേരിതമല്ല എന്നാണ് സതീശന്റെ നിലപാട്. മാധ്യമങ്ങൾ കൊടുത്തിട്ടാണ് എനിക്ക് അയക്കുന്നത്. അത് ലീഗലി ഡ്രാഫ്റ്റഡ് പെറ്റീഷനായിരുന്നു. ലീഗലി ഡ്രാഫ്റ്റഡ്, കൺസൾട്ടഡ്, വെൽ നറേറ്റഡ്. അപ്പോൾ അത് വെച്ച് എന്നെ കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥനല്ലേ. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണോ പരാതി? അങ്ങനെയും വിലയിരുത്താം. വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആയിരിക്കണം ആര് പരാതി കൊടുത്താലും. അത് ഒരു തെറ്റല്ല, ഞാൻ കരുതുന്നില്ല. ഇനി താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താമസം ഉണ്ടായതിന്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ്. താമസം ഉണ്ടായി എന്നോർത്ത് 2 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഒഫൻസ് അല്ലാതാവുന്നില്ല. സുലൈസ കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സുലൈസക്ക് ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന ഒരു നിലപാട് തന്നെയാണോ സതീഷിന് ഇപ്പോഴുമുള്ളത്? രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ദിവസത്തെ അജണ്ട ശരിക്കും സെറ്റ് ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പറയാതിരിക്കാനാവില്ല. ഇന്ന് രാവിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹമാണ് കോൺഗ്രസിനെതിരെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വലിയ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നത്. പക്ഷേ അതിനെ പ്രതിരോധിക്കേണ്ട രീതി മറ്റൊരു തരത്തിലായിരുന്നു. ഇന്നലെയൊക്കെ വി.ഡി. സതീശനുമൊക്കെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പ്രതിരോധിച്ചതുപോലെ പല വിഷയങ്ങൾ, LDF-ലെ തന്നെ സമാനമായ പരാതികൾ, CPM-ലെ ചില പരാതികൾ, ഏറ്റവും ഒടുവിൽ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഉയർന്ന പരാതിയിൽ കേസെടുക്കാൻ കാലതാമസം വന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അതിൽ പോയി കൊത്തുകയാണ് ശരിക്കും കോൺഗ്രസ് ചെയ്തതെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം അത് കോൺഗ്രസിനുള്ളിലെ തർക്കമായി പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ട് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ്, മീഡിയ വണ്ട് വോട്ട് വണ്ടിക്ക് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് ഈ വെൽ ഡ്രാഫ്റ്റഡ് എന്ന പ്രയോഗം ആദ്യമായി കെ.പി.സി.സി അധ്യക്ഷൻ ഉന്നയിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിക്കെതിരെ രണ്ടാമത്തെ പരാതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതി വെൽ ഡ്രാഫ്റ്റഡ് എന്ന രീതിയിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അതൊരു പ്ലാൻഡ് ആയ ഒരു പരാതിയായിരുന്നു എന്നതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആ പരാതി കോൺഗ്രസ് പാർട്ടിയെയും കെ.പി.സി.സി അധ്യക്ഷനെയും ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ഒരു പണിയായിരുന്നു അത് എന്ന തരത്തിലാണ് അദ്ദേഹം അതിനെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത്. പിന്നീട് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൊക്കെ അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു, അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ കളിയുണ്ട്, ആ രാഷ്ട്രീയ പ്രേരിതമായ ഒരു പരാതിയാണെന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് കെ.പി.സി.സി അധ്യക്ഷൻ പറയുകയും ചെയ്തു. ഇന്ന് പക്ഷേ നോക്കൂ, ആ നിലപാടിൽ കെ.പി.സി.സി അധ്യക്ഷൻ ഉറച്ചു നിൽക്കുന്നു. അതേസമയം തന്നെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട്, അതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുന്നു. ഈ വിഷയത്തിൽ താൻ നേരത്തെ തന്നെ എടുത്ത ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കൃത്യമാണ്. അതിൽ തനിക്ക് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം പൂർണ്ണമായും വി.ഡി. സതീശൻ ഉപയോഗിച്ചത്. അതായത് അത് പക്ഷേ കെ.പി.സി.സി അധ്യക്ഷനെ തള്ളുന്ന തരത്തിലേക്കാവുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ കേരള ഘടകത്തിലുണ്ടായിരുന്ന ഭിന്നത കുറെ കൂടി കൃത്യമായി മറനീക്കി പുറത്തേക്ക് വരികയാണ് ഇന്ന് കെ.പി.സി.സി അധ്യക്ഷന്റെയും വി.ഡി. സതീശന്റെയും പ്രസ്താവനയിലൂടെ ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് താൻ ഈ പരാതി ഉയർന്ന ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. മാത്രമല്ല ആ സ്റ്റാൻഡിൽ അദ്ദേഹം ആദ്യ അവസാനം ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ രാഹുലിനെ പുറത്താക്കാൻ 24 മണിക്കൂർ വൈകിയത് പോലും പാർട്ടിക്ക് ദോഷമായി ഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അത്തരത്തിൽ നിലപാടെടുക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് വി.ഡി. സതീശൻ. പക്ഷേ അപ്പോഴും ഒന്ന് നിൽക്കാം, മുൻകൂർ ജാമ്യ ഹർജിയുടെ കാര്യത്തിൽ തീരുമാനം വരുന്നവരെ പുറത്താക്കൽ നടപടിയിലേക്ക് പോവേണ്ട എന്ന സ്റ്റാൻഡ് എടുക്കുകയാണ് കെ.പി.സി.സി അധ്യക്ഷനും കെ. സുധാകരൻ അടക്കമുള്ള നേതാക്കളും. അത്തരത്തിൽ പ്രത്യേകിച്ച് വർക്കിംഗ് പ്രസിഡന്റുമാരടക്കമുള്ള, വൈസ് പ്രസിഡന്റുമാരടക്കമുള്ള ചില ആളുകളും ഈ വിഷയത്തിലെടുത്തത് അത്തരത്തിലൊരു നിലപാടായിരുന്നു. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിലെ ചില യുവ നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ ഒരു സാവകാശം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അത് പക്ഷേ അതിലുള്ള അതൃപ്തി അന്ന് തന്നെ വി.എം. സുധീരൻ തുറന്നു പറഞ്ഞതാണ്. മാത്രമല്ല തന്റെ മനസാക്ഷിക്ക് തോന്നുന്ന, തന്റെ നീതിബോധത്തിന് തോന്നുന്ന തരത്തിലാണ് ഈ വിഷയത്തിൽ താൻ നിലപാടെടുത്തതെന്നും അന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പക്ഷേ ഇന്നലെ
ഈ പരാതി വെൽ ഡ്രാഫ്റ്റഡ് എന്ന തരത്തിൽ, അതായത് ആസൂത്രിതമായ രാഷ്ട്രീയ പ്രേരിതമായ ഒരു പരാതി എന്ന തരത്തിൽ KPCC പ്രസിഡന്റ് അതിനെ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്ലാൻഡ് ആയ ഒരു പൊളിറ്റിക്കൽ ഗെയിം നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ വേണം നമുക്കതിനെ KPCC പ്രസിഡന്റിന്റെ പ്രസ്താവനയെ വ്യാഖ്യാനിച്ചെടുക്കാൻ. അതായത് ഇപ്പറഞ്ഞ പോലെ ഒന്നുമല്ല, അതിനപ്പുറത്തേക്ക് കുറെ കൂടി എന്തൊക്കെയോ ചില ഗെയിമുകൾ അതിനകത്ത് നടന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ കോടതി അദ്ദേഹത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ മുൻകൂർ ജാമ്യ ഹർജി അനുവദിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവിൽ ചില പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങളാക്കാൻ അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പരാതിയുടെ വിശ്വാസ്യതയെ തന്നെ കോടതി ആ ഘട്ടത്തിൽ ചില ജാമ്യ ഉത്തരവിൽ പറയുന്നുണ്ട്.